വെൽക്കം ടു ചാലഞ്ചർ ആപ്പ്. എൻ്റെ പേര് അൽഫിയ. അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്, കൺജങ്ഷൻസ് ആൻഡ് ഇന്റർജെക്ഷൻസ്. അപ്പോൾ എന്താണ് കൺജങ്ഷൻസ്? എ കൺജങ്ഷൻ ഈസ് യൂസ്ഡ് ടു ജോയിൻ വേർഡ്സ്, ക്ലോസസ് ഓർ സെന്റൻസസ് യൂസിങ് ആസ്, because, but, for, just as, or, neither, nor, not really, so, whether, yet, etc. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് രണ്ട് വേർഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ രണ്ട് ക്ലോസസ് തമ്മിൽ, രണ്ട് സെന്റൻസസ് തമ്മിൽ ജോയിൻ ചെയ്യാനോ യൂസ് ചെയ്യുന്നതാണ് എന്ത്? കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്? ആസ്, ബിക്കോസ്, ബട്ട്, ഫോർ, ജസ്റ്റ് ആസ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ ആസ്, ബിക്കോസ്, ബട്ട്, ഫോർ, ജസ്റ്റ് ആസ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് രണ്ട് വേർഡ്സിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പശ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് രണ്ട് വേർഡ്സിനെ അല്ലെങ്കിൽ രണ്ട് സെന്റൻസസിനെ തമ്മിൽ ഒറ്റ സെന്റൻസ് ആയിട്ട് ഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പശ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെയാണ് എന്ന് പറയുന്നത് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ലിസ്റ്റ് തന്നെ കിടപ്പുണ്ട്. ആസ്, ബിക്കോസ്, ബട്ട്, for, just as, or, neither, nor, not only, so, whether, yet, etc. നമ്മൾ എങ്ങനെയാണ് സെന്റൻസസിനകത്ത് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബില്ല ആൻഡ് റംഗ ആർ കസിൻസ്. സി, അവര് ബില്ല ആൻഡ് റംഗ ആർ കസിൻസ്. അതിനെ ജോയിൻ ചെയ്യാം. ബില്ല ആൻഡ് റംഗ ആൻഡ് കസിൻസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കസിൻസ് ആണ്. ഷീല ഈസ് ഫാറ്റ് ബട്ട് ഷീ ഈസ് ബ്യൂട്ടിഫുൾ. എന്താണ്? ഷീല ഈസ് ഫാറ്റ് ബട്ട് ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ഷീല ഈസ് ഫാറ്റ് എന്നുള്ളത് ഒരു സെന്റൻസ് ആണ്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളത് വേറൊരു സെന്റൻസ് ആണ്. അതിന് രണ്ടിനെയും ഒന്നിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്തു, ബട്ട് യൂസ് ചെയ്തു. ബാലു ലുക്സ് ആസ് ഇഫ് ഹി വാസ് വെയറിങ്. ബാലു ലുക്സ് ആസ് ഇഫ് ഹി വാസ് വെയറിങ്. എന്താണ്? ഭയങ്കര വെയറി അല്ലെങ്കിൽ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നത് പോലെ ബാലു ഇരിക്കുന്നുണ്ട്. അപ്പൊ ബാലു ലുക്സ് ആസ് ഇഫ് ഹി വാസ് വെയറിങ്. അപ്പൊ രണ്ട് ക്ലോസസ് തമ്മിൽ ജോയിൻ ചെയ്തേക്കും. ബാലു ലുക്സ് എന്നുള്ളത് ഒരു ക്ലോസും ഹി വാസ് വെയറിങ് എന്നുള്ളത് വേറൊരു ക്ലോസ്. അതിന് രണ്ടിനെയും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആസ് ഇഫ് യൂസ് ചെയ്തേക്കുന്നത്. ടേക്ക് ദിസ് ആൻഡ് ഗിവ് ദാറ്റ്. ഇതെടുത്തിട്ട് നീ അത് താ. എടുത്തിട്ട് ആ ഒരു ആൻഡ് അവിടെ ടേക്ക് ദിസ് എന്നുള്ളതും ഗിവ് ദാറ്റ് എന്നുള്ളതും രണ്ട് സെന്റൻസ് ആണ്. സോ അതിനെ എന്ത് ചെയ്തേക്കാണ്? ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് യൂസ് ചെയ്തു. ഐ റീഡ് ദ മാഗസിൻ ബിക്കോസ് ഇറ്റ് ഇൻട്രസ്റ്റ് മീ. ഞാൻ മാഗസിൻ വായിക്കുന്നത് ബിക്കോസ് ഇറ്റ് ഇൻട്രസ്റ്റ് മീ. എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ആർ, ബട്ട്, ആസ് ഇഫ്, ആൻഡ്, ബിക്കോസ് ഇതിനെ എല്ലാത്തിനും നമുക്ക് എന്ത് പറയാം? കൺജങ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ടൈപ്സ് ഓഫ് കൺജങ്ഷൻസ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. എന്താണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ? ദിസ് ടൈപ്പ് ഓഫ് കൺജങ്ഷൻ ഈസ് യൂസ്ഡ് ടു കണക്ട് ഐറ്റംസ് ദാറ്റ് ആർ ഗ്രാമാറ്റിക്കലി ഈക്വൽ. ഗ്രാമാറ്റിക്കലി ഈക്വൽ ആയിട്ടുള്ള ഐറ്റംസിനെ, അല്ലെങ്കിൽ ഇപ്പം രണ്ട് വേർഡ്സ് ആണെങ്കിൽ രണ്ട് വേർഡ്സ്, രണ്ട് ഫ്രേസസ് അല്ലെങ്കിൽ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസ്. അപ്പൊ ഇതിന് രണ്ടിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യും? ഗ്രാമാറ്റിക്കലി ഈക്വൽ ആയിട്ടുള്ള, ഒന്നുകിൽ അത് രണ്ട് വേർഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് രണ്ട് ഫ്രേസസ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് ക്ലോസ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, there are 7 coordinating conjunctions in English and you can remember them using the mnemonic device fanboys. See, mnemonic, what is mnemonic? നമ്മൾ ഈ കൊച്ചു കുട്ടികളെ ABCD പഠിക്കും അല്ലെ? ABCD എങ്ങനെയാണ് അവർ പഠിക്കുന്നത്? ABCD EFG ഇങ്ങനെ ഒരു പാട്ടിലാണ് അവർ പഠിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ന്യൂമോണിക് ഡിവൈസ്. അവരുടെ മനസ്സിൽ ആ ഒരു പാട്ടിലൂടെ എന്ത് ചെയ്യാണ്? ABCD കംപ്ലീറ്റ് അവർ പഠിക്കുകയാണ്. അപ്പം ചുരുക്കം മീൻസ് ട്രിക്സ് അല്ലേ? നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടി ചെറിയൊരു ട്രിക്ക്. ഇപ്പൊ നമ്മള് ജനുവരി ഫെബ്രുവരിയിലെ എണ്ണം നോക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നമ്മുടെ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കാറുണ്ട്. കുഴിയുള്ളതല്ല 30, മറ്റത് 31 ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്? ഒരു ട്രിക്കാണ് നമുക്കിത്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കാനുള്ള ഒരു ട്രിക്കാണ് ഫാൻ ബോയ്സ്. എന്താണ് ഫാൻ ബോയ്സ്? ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാൻ ബോയ്സ് എന്ന് ഓർമ്മിച്ചാൽ മതി. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഫോർ, എഫില് എഫ് എന്ന് പറഞ്ഞാൽ ഫോർ, എ എന്ന് പറഞ്ഞാൽ ആൻഡ്, എൻ നോർ, ബട്ട്, ഓർ, യെറ്റ് ആൻഡ് സോ. അപ്പൊ ഇത്രയാണ് ഫാൻ ബോയ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അപ്പൊ ഇംഗ്ലീഷിനകത്ത് ടോട്ടൽ 7 കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് ഉള്ളത്. അതാണ് നമ്മുടെ ഫാൻ ബോയ്സ്. എന്തൊക്കെയാണ്? ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ന്യൂമോണിക് ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ഒരു പുതിയ വാക്കാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ട്രിക്കോട് കൂടി ഒരു കാര്യം ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് ന്യൂമോണിക് ഡിവൈസ് എന്നാണ്. ഇവിടുത്തെ ന്യൂമോണിക് ഡിവൈസ് എന്താണ്? ഫാൻ ബോയ്സ്. ഓക്കെ, മറക്കരുത്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയാണ്? ഫാൻ ബോയ്സ് ആണ്. ഏതൊക്കെയാണ്? ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, ഓർ, ആൻഡ്, സോ. അപ്പൊ ഇത്രയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് ലൈക്ക് ടു റൺ ഓർ സ്വിം. അവിടെ ഓർ വന്നു അല്ലേ? ഐ ഡോണ്ട് ലൈക്ക് ടു റൺ ഓർ സ്വിം.
He was clever but lazy. The dog wagged his tail and panted excitedly. അപ്പോൾ ഇത്രയും ഈ ഫാൻ ബോയ്സ് വരുന്ന അല്ലെങ്കിൽ ഫോർ ആൻഡ് നോർ ബട്ട് ഓർ യെറ്റ് സോ ഇതെല്ലാം വരുന്നത് എന്തിലായിരിക്കും? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിലായിരിക്കും. അവിടെ ഇവിടെ റൺ, നമ്മൾക്ക് ഒരു ഫസ്റ്റ് സെന്റൻസ് നോക്കാം. ഐ ഡോണ്ട് ലൈക്ക് ടു റൺ ഓർ സ്വിം. അവിടെ റൺ ആൻഡ് സ്വിം എന്നുള്ളത് എന്താണ്? രണ്ട് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ആ വേർഡ്സിനെ എന്ത് ചെയ്തേക്കാണ്? ജോയിൻ ചെയ്തേക്കാണ്. ഇവിടെ ഹി വാസ് ക്ലെവർ ബട്ട് ലേസി, അവിടെ ക്ലെവർ ആൻഡ് ലേസി എന്നുള്ളതിനെ ജോയിൻ ചെയ്തേക്കാണ് ബട്ട് കൊണ്ട്. ഡോഗ് വാഗ്ഡ് ഹിസ് ടെയിൽ ആൻഡ് പാന്റഡ് എക്സൈറ്റഡ്ലി, അവിടെ നിന്നാണ് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസിനെ എന്ത് ചെയ്തേക്കാണ്? ജോയിൻ ചെയ്തേക്കാണ്. സോ അതിനെയാണ് എന്ത് പറയുന്നത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. എന്താണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഇസ് യൂസ് ടു ഇൻട്രൊഡ്യൂസ് എ ഡിപെൻഡന്റ് ക്ലോസ്. എന്താണ്? ഒരു ഡിപെൻഡന്റ് ക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? This type of conjunction include the words like because, if, although, since, until and while. ഇതൊക്കെ വരുന്നത് എന്തിനാണ്? ഈ ഡിപെൻഡന്റ് ക്ലോസ് വരുമ്പോൾ ഒരു ഡിപെൻഡന്റ് ക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്തിന്റെ കൂടെയെങ്കിലും ഡിപെൻഡന്റ് ക്ലോസ് വേണമേ. ഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് അല്ല, ബട്ട് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് ആവില്ല, ബിക്കോസ് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്? ഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ വേറെ എന്തിന്റെ കൂടെ നിന്നാൽ മാത്രമേ അതെന്തുണ്ടാവുള്ളൂ, അതിനൊരു മീനിങ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വെന്റ് ടു സ്കൂൾ വിതൗട്ട് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബിക്കോസ് ഐ വോക്ക് അപ്പ് ലേറ്റ് ദിസ് മോർണിംഗ്. ഐ വോക്ക് അപ്പ് ലേറ്റ് ദിസ് മോർണിംഗ് എന്താണ് എന്നുള്ളത് ആ ഒരു ഡിപെൻഡന്റ് ക്ലോസിനെ എന്ത് ചെയ്യാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? എന്തുകൊണ്ടാണ്? ബിക്കോസ് കൊണ്ടാണ് അല്ലേ? I went to school without eating breakfast because I woke up late this morning. അവിടെ കാരണം പറയാണ്. John's friend snuck into his apartment to set up a surprise party while he was at work. അപ്പോൾ അതൊരു ഡിപെൻഡന്റ് ക്ലോസ് ആണ്. അപ്പോൾ while he was at work. She will receive a major bonus if she succeeds in closing the corporate partnership deal. അപ്പം if she succeeds എന്നുള്ളതും she will receive a major bonus എന്നുള്ളതും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ if യൂസ് ചെയ്തത്. സോ ബിക്കോസ്, while, if ഇതെല്ലാം എന്തിലാണ് വരുന്നത്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനകത്ത് വരും. ഓക്കെ, അടുത്തതാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്. എന്താണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്? ദിസ് ടൈപ്പ് ഓഫ് കൺജങ്ഷൻ ഓൾവേസ് comes in a pair and is used to join grammatically equal elements in sentence. Common pairs include either or, neither nor, not only but also, both and. ഇതെല്ലാം വരുന്നത് എന്തിലായിരിക്കും? കോറിലേറ്റീവ് കൺജങ്ഷൻസിലായിരിക്കും. In most cases no comma should be used in between these two elements. ഈ രണ്ട് എലമെന്റ്സിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാൻ പാടില്ല? കോമ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. either or, neither nor ഇതിന്റെ ഇടയിലൊന്നും കോമ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അതൊക്കെയാണ് കോറിലേറ്റീവ് കൺജങ്ഷൻ. കോറിലേറ്റീവ് കൺജങ്ഷൻ എങ്ങനെയാണ് സെന്റൻസിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. She planned to collect data by either using an online survey or conducting phone interviews. ഒന്നുകിൽ ഓൺലൈൻ സർവേ വഴി അല്ലെങ്കിൽ ഫോൺ ഇന്റർവ്യൂ വഴി. അപ്പം എയ്തർ ഓർ യൂസ് ചെയ്തു. അതെന്താണ്? കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. Her book on the Vietnam War drew not only from interviews with the other survivors but also from her own experiences in the conflict. Not only but also. ഓക്കെ, അപ്പൊ ഈ എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ വരുന്നത് എന്തിലാണ്? കോറിലേറ്റീവ് കൺജങ്ഷൻസിനകത്താണ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. Though he is busy, he spends time with his family. Though he is busy ആണെങ്കിലും അവൻ ഫാമിലിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യും. അവിടെ വന്നു അല്ലേ? അതാണ് അവിടുത്തെ കൺജങ്ഷൻ. She is neither intelligent nor hardworking. Neither and nor. Raju will play today if he gets a chance. You can't succeed unless you work hard. We must reach there before anyone else. Sam is either a fool or a stupid. അപ്പോൾ നമ്മൾ ഈ സെന്റൻസസിനെല്ലാം രണ്ട് വേർഡ്സിനെ അല്ലെങ്കിൽ രണ്ട് ക്ലോസിനെ, രണ്ട് സെന്റൻസസിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ജോയിനിങ് ഫാക്ടറാണ് എന്ത്? നമ്മുടെ കൺജങ്ഷൻസ് എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കുറച്ച് എക്സസൈസ് നോക്കാം. I visit the Grand Canyon dash I go to Arizona once, whenever, wherever. ശരിക്കും അത് വൺസ് അല്ലേ? എപ്പോൾ ഞാൻ ഗ്രാൻഡ് കാനിയോൺ അരിസോണയിൽ പോകുമ്പോൾ ഗ്രാൻഡ് കാനിയോൺ പോയി കാണും എന്നാണ്. അപ്പോൾ I visit the Grand Canyon once I go to Arizona. This is the place dash we stayed last time we visited. ഇതാണ് കഴിഞ്ഞ വട്ടം നമ്മൾ വിസിറ്റ് ചെയ്തത്. അപ്പം ഈ സ്ഥലത്താണ് നമ്മൾ നിന്നത്. വേർ, സ്ഥലം അല്ലെ? വേർ we stayed last time we visited. Dash you win
first place you will receive a prize, wherever if unless. അപ്പോൾ wherever you win first place എന്ന് പറയും ഇല്ല. If you win first place you will receive a prize. അപ്പോൾ എന്താണ് if you will, അവിടെ if ആണ് ആൻസർ. You won't pass the test dash you study. എന്താണ് when if unless. You won't pass the test unless you study. അപ്പോൾ ഇവിടെ രണ്ട് വേർഡ്സിനെ രണ്ട് സെന്റൻസസിനെ ഒക്കെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേർഡ്സ് എല്ലാം യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസ് ഇന്ന് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കൺജങ്ഷൻ ചൂസ് ചെയ്ത് എഴുതാനായിട്ട് പഠിക്കണം. അപ്പോൾ അതെങ്ങനെ എഴുതണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കണം. ഐ വിസിറ്റ് ദി ഗ്രാൻഡ് കാനിയോൺ ഡാഷ് ഐ ഗോ ടു അരിസോണ. അപ്പം അവിടെ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള wherever I go to അല്ലെങ്കിൽ whenever I go to Arizona I visit the Grand Canyon once I go to Arizona എന്നായിരിക്കും. അതാണ് കുറെ കൂടെ ആപ്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ അല്ലേ. അപ്പൊ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ കൺജങ്ഷൻസിനെ ഫേസ് ചെയ്യാനായിട്ട്. അടുത്ത ടോപ്പിക്കാണ് ഇന്റർജങ്ഷൻസ്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏറ്റവും അവസാനത്തെ പാർട്ടിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്റർജങ്ഷൻസ്. അപ്പൊ എന്താണ് ഇന്റർജങ്ഷൻസ്? വളരെ എളുപ്പമുള്ളൊരു പാർട്ട് ഓഫ് സ്പീച്ച് ആണ്. അപ്പൊ ഇന്റർജങ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആൻഡ് ഇന്റർജങ്ഷൻ ഈസ് എ വേർഡ് ദാറ്റ് ഷോസ് സഡൻ ഫീലിംഗ് ഓർ സെന്റിമെന്റ് ഓർ ഇമോഷൻ. നമ്മൾ ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് പഠിച്ചില്ലേ? അപ്പൊ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു എക്സ്ട്രീം ഒരു ഇമോഷൻ ഉണ്ടായല്ലോ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫീലിങ്ങോ എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു എഴുത്തിൽ അത് കാണിക്കാൻ വേണ്ടി എഴുതുമ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്യും. അപ്പൊ ആ എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു എക്സ്ട്രീം സെന്റിമെന്റ് അല്ലെങ്കിൽ ഇമോഷൻ ഫീലിംഗ് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണെന്ന് പറയുന്നത് ഇന്റർജങ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അല്ലാസ് ഷീ ഈസ് വോണ്ടഡ്. അല്ലാസ് ഷീ ഈസ് വോണ്ടഡ്. ഓ യു കഷ്ടം, ഷീ ഈസ് വൂണ്ടഡ് എന്ന് പറയും. ഹുറാ വി ഹാവ് വൺ ദ മാച്ച്. അപ്പൊ എന്താണ് നമ്മൾ മാച്ച് വിൻ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ആണ്, ഒരു എക്സൈറ്റ്മെന്റ് ആണ് അവിടെ കാണുന്നത്. വെൽ ഡൺ, ഐ എം പ്രൗഡ് ഓഫ് യു എന്താണ് വെൽ ഡൺ. ആ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാണ്. വെൽ ഡൺ, ഐ എം പ്രൗഡ് ഓഫ് യു. ഡോണ്ട് ബി സോ ലേസി. ഇത്രയ്ക്ക് മടിയനാവല്ലേ. വെൽ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദാറ്റ്. നമുക്കൊന്ന് അതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. ഔച്ച്, ദാറ്റ് ഹേർട്സ്. ഔച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലിംഗ്, ആ ഒരു വേദന അല്ലേ. ഇറ്റ് ഗോസ് അവിടെ എന്താണ് ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ ഇതിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് പറയുന്നത് ഇന്റർജങ്ഷൻസ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് ഇന്റർജങ്ഷൻസ്. ഇന്റർജങ്ഷൻസ് കാണുമ്പോഴത്തേക്കും ആ വേർഡ്സിന് എന്തെങ്കിലും ഫീലിങ്സിനെ അല്ലെങ്കിൽ ഇമോഷൻസിനെ അല്ലെങ്കിൽ സെന്റിമെന്റ്സിനെ ഈ എക്സ്ക്ലമേറ്ററി വേർഡ്സ് എല്ലാം തന്നെ ഇന്റർജങ്ഷൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അലാസ്, കുറെ, യിപ്പി എന്നൊക്കെ പറയുന്നതെല്ലാം എന്താണ് ഇന്റർജങ്ഷൻസ് ആണ്. അപ്പൊ അത്രയാണ് കൺജങ്ഷൻസ് ആൻഡ് ഇന്റർജങ്ഷൻസ്. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് പാർട്സ് ഓഫ് സ്പീച്ച്. നമ്മൾ മനസ്സിരുത്തി ഒന്ന് പഠിച്ചാൽ മതി. നോർമലി നമ്മൾ സെന്റൻസസ് ഒക്കെ കാണുമ്പോൾ അതിനകത്തുനിന്ന് പാർട്സ് ഓഫ് സ്പീച്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നോക്കിയാലും മതി. കൺജങ്ഷൻസും ഇന്റർജങ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കൺജങ്ഷൻസ് എപ്പോഴും രണ്ട് വേർഡ്സിനെ അല്ലെങ്കിൽ രണ്ട് സെന്റൻസസിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരു പശ എന്നുള്ള രീതിയിലാണ് അത് കൺജങ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. ഇന്റർജങ്ഷൻസ് ആണെങ്കിൽ ഇതിന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ്, സെന്റിമെന്റ്സ് ഇതെല്ലാം എന്താണ് എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സിനെയാണെന്ന് പറയുന്നത് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. അതോടെ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ ക്ലാസ്.